എല്ലാ ഗെയിമും തോറ്റ് തോറ്റ് തൊപ്പിയിട്ട് കുറേ കുപ്പി എറിയലും പാട്ട പറക്കലും ഇതൊക്കെ ജയിച്ചിട്ടെന്തിന് കിട്ടായി. ഇവിടെ നാട് വിടണം. ശരിയാക്കി തരാമേ. ബോയ്സ് നോക്ക് 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 പോണാണ്ട ഇവിടെ പോണം. ചെയ്യിക്കാൻ പറ്റാത്തോണ്ടേ നാട് ഇവിടെ ഇരിക്കും ചിലപ്പം. ഈ പാതിരാത്രി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ? ബാഗൊക്കെ ആയിട്ട് ബാഗ് ചിപ്സ് ചിപ്സ് ചിപ്സ്. എവിടെ ചിപ്സ്? ഇതിനകത്ത് കുറെ കീറി നിക്കറ് മാത്രമല്ലല്ലോ. അതെ, ഗെയിമിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് പോയാണ്. സിമ്പിൾ ഗെയിം അല്ലേ? തൂങ്ങുന്നെങ്കിലേ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തൂങ്ങാം. എന്താ പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? ഇതൊക്കെ എന്തൊരു ഗെയിമടി. കൊറേ കുപ്പി കറക്കലും ചാട്ടവും. തന്തവൈബല്ലടാ, നമ്മളെ കാലഘട്ടത്തിലേക്ക് നല്ല നല്ല കിടുക്കാച്ച ഗെയിമുകളായിരുന്നു. നമ്മളെ കാലഘട്ടത്തില് നല്ല നയൻറ്റീസ്. ഞാൻ അവന്റെ കാലഘട്ടം, ഞാൻ ചെറുപ്പമല്ലേ. പറഞ്ഞു കൊറേ നമ്മളെ 90s ഗെയിംസ്. ഗെയിമല്ലേ കച്ചികളി. ഞാനും കളിച്ചിട്ടുണ്ട്. നമ്മളെ കളിക്കുന്ന അങ്ങനെയല്ലേ, ഗോലി കളി. അത് ഗോലി കളി. കച്ചികളി ഇങ്ങനെ അഞ്ച് ഉരുള. ഗോലി കളിക്കും കച്ചി. നിങ്ങൾ കളിക്കാത്ത ഗെയിം ഫുട്ബോൾ. നമ്മളെ 90s കാലഘട്ടം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നത് മുടക്കാ മുടക്കാ കളിച്ചിട്ടുണ്ടോ? ഞാൻ 2 തവണ കളിച്ചിട്ടുണ്ട്. അതെല്ലാം ഓണത്തിന് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗെയിംസ് കാലഘട്ടത്തില് പിള്ളേരെ ഗെയിംസ് ആദ്യം പറ. ജെൻസി പിള്ളേർന്ന് വെച്ചാൽ അടിപൊളി പിള്ളേരാ. ഗെയിം എന്തൊക്കെ തരം ഗെയിമുണ്ട്. ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. ഏത് ഗെയിംസ് ഔട്ട്ഡോറിൽ ഒളിച്ചുകളി. നമ്മളെ പണ്ട് കളിച്ചിട്ടില്ല. പിന്നെ പുതിയ സാധനം നമുക്ക് ഇപ്പൊ ടർഫിൽ പോയി കളിക്കാൻ പറ്റും. ടർഫിൽ പോയി കളിക്കാൻ പറ്റും. നമ്മളവിടെ പാടത്ത് കളിക്കുമായിരുന്നു. അവിടെ ഇവിടെ പുല്ലാണ്. പക്ഷെ കണ്ടവന്റെ പുല്ല് ചെറിയ പുല്ല്. അല്ല, ഇവരെ കാലഘട്ടത്തിൽ ഒരു ഗെയിംസ് ഉണ്ടായിരുന്നു. 70s അല്ല മണ്ടി, 7s. അത് ഞാൻ കളിച്ചിട്ടില്ല. എന്തൊരു കളിയായിരുന്നു അത് അറിഞ്ഞൂടെ? 7 പേര് ചേർന്ന് ടീം പിരിച്ചിട്ട് അപ്പുറം ഫുട്ബോൾ കളിക്കും. അങ്ങനെയല്ല, ചക്കളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ സമയത്ത്. ചക്ക ഇങ്ങനെ കുന്തി പോണ. ഇപ്പോഴത്തെ പിള്ളേരെ കളിയെന്ന് വെച്ചാൽ ഫോണിലാണ്. നമുക്ക് വെയിലൊന്നും ഫുൾ ടൈം ഫോണിൽ കളിക്കാം. അങ്ങനെയുണ്ട്. വെറുതെ അല്ല, നിനക്കൊന്ന് കണ്ണ് കാണാത്ത. ബംഗളശ്ശേരി നീലാട്ടെ. അടുത്ത ഗെയിം പറ. 90s മറ്റേ നമ്മളെ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ കൈയിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. വേറെ പേരാണെന്നേ ഉള്ളൂ. പിന്നെ അല്ലാതെ നിങ്ങൾ കളിക്കാത്തൊരു ഗെയിമുണ്ട് നമ്മൾ പണ്ട് കളിച്ചിരുന്നു, ക്രിക്കറ്റ്. നമ്മളെ കളിച്ചിട്ടല്ലേ നിങ്ങൾ കളിച്ചത്? ഇത് അങ്ങനല്ലേ ഗെയിംസ് ഇവിടെ? നീയൊക്കെ ഓട്ടം തുള്ളൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കളിച്ച് കാണിച്ചു. ഇടാ, നമ്മളെ കാലഘട്ടത്തിലുള്ള സംഭവം നിങ്ങൾക്ക് ഇല്ല. ഗെയിംസ് മാത്രമല്ല, പല കാര്യങ്ങളും. ഈ കാലഘട്ടത്തിന് എന്താണ് പ്രശ്നം? വഴിപിഴച്ച ആൾക്കാർ, വഴിപിഴക്കാത്ത മനുഷ്യരെ. സ്റ്റോക്ക് തീർന്നു.
നമ്മളെ ഗെയിം പബ്ജി ഇതൊക്കെ പറഞ്ഞോളൂ. പബ്ജി ഉണ്ട്, പെസ് ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്, ഗ്രാനി റൺ ഉണ്ട്. ഇത് നിങ്ങൾ 90s കളിക്കാൻ പറ്റുമോ? അത് അതെ. പറ്റുമോ? നമ്മളെ മൊബൈലിൽ നമ്മൾ കളിക്കാൻ പറ്റൂലേ? അല്ല നമ്മളോട് പിടിക്കാൻ പറ്റുമോ? സ്പീഡ് കൊണ്ടാ പിടിച്ചിരിക്കാൻ പറ്റുമോ? അതാണ് പറ്റുമോ? എന്തേലും പറ്റൂ. നമ്മളൊരു ഫാസ്റ്റിന്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജനറേഷൻ കുറച്ചുകൂടെ IQ ലെവൽ കൂടിയാണ്. കൂടിയതാണ്. ചോദ്യം വല്ലതും ചോദിച്ചാൽ ഇടിക്കുക. അല്ല അങ്ങനെ ഗെയിം നിങ്ങൾക്ക് പറ്റുമോ കളിക്കാൻ പറ്റുമോ? നമ്മളെ ഗെയിമൊക്കെ തന്നെ കളിക്കാൻ പറ്റും. പറ്റും. നിങ്ങൾ ടഫ് ഒരു ഗെയിം പറ. 1900 എത്രയിലൊക്കെയാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് പുഷ്പ വിമാനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പുരാണത്തിലെ ആൾക്കാര്. അപ്പൊ ഐക്യം ആലോചിച്ച് നോക്കണം. ഞാൻ നിങ്ങളെ കൂട്ടത്തിലാണ്. എന്ത് പറയണം? നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തരം ഗെയിം കിട്ടിയ നിങ്ങൾ ഹാപ്പി ആവും, ഫണ്ണാവും? നിങ്ങളിപ്പോ ഈ ഗെയിം കൊള്ളൂന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് എനർജി ആവും. എങ്ങനെ ഒരു കബഡി പോലെയോ ആൾക്കാരെ ഇടിക്കുന്ന പോലെയോ ബോക്സിംഗ് ശരീരം നേരത്തെ ഒരു കുപ്പി ഇറക്കി വെച്ചിട്ട് 4 ശ്വാസം. എന്തുകൊണ്ട് നമ്മളെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? അത് ഫണ്ണുള്ളൊരു ഗെയിം പറ. വല്ല കബഡി പോലത്തെ ഗെയിമോ നമ്മളെ സെവൻസോ. നീ അവരെ ടീമായി പറഞ്ഞ മിക്കാറുള്ള ഗെയിം ഞാൻ ജയിച്ചായിരുന്നു. നിങ്ങൾക്ക് പൊതുവെ ഈ 2K കിഡ്സും 90 കിഡ്സിനെ പറ്റി ഒരു അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് 2K കിഡ്സിനെ ഒരു പുച്ഛമുള്ള രീതിയിലുള്ള 90s കിഡ്സ് എന്ന് പറയുമ്പോൾ ഇത്തിരി മെച്യൂരിറ്റി ഉണ്ട്. അതല്ല മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ജനിച്ച സമയത്തെല്ലാം മൊബൈൽ ഉണ്ടായിരുന്നു. മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് കൂട്ടുകാരെല്ലാം കൂടെ പോയി വയലിൽ പോയി ഇരുന്ന് നുണ പറയും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മിസ് ചെയ്തു, ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ വളരെ കൊച്ചായതുകൊണ്ട് ചെറുതായിട്ട് നിനക്ക് ക്യാമറ കട്ട് ചെയ്തില്ലെങ്കിൽ നിനക്ക് കിട്ടിയാൻ പറഞ്ഞു. അതെ. അപ്പൊ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഗെയിംസിലോട്ട് കിടന്നാലോ? അടുത്ത ഗെയിംസിലോട്ട്. അപ്പൊ അടുത്ത ഗെയിംസിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ കപ്പിത്താൻ ഗെയിമാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണത്. ഈ ബോക്സ് ഉണ്ടോ? ഇതിങ്ങനെ കറക്കി ഇടുമ്പോഴത്തേക്ക് ആ ഒരു കളർ വന്നു. ഇപ്പൊ റെഡ് വീണുകൊണ്ട് ഞാൻ അവിടെ പോയി നിന്നാണ് കറക്കുന്നത്. തറയിലിടും. അപ്പൊ റെഡ് വീണെങ്കിൽ ഞാൻ നടന്നു വന്നിട്ട് എന്റെ മുമ്പത്തൊരു ബലൂൺ പൊട്ടിക്കും. ഓക്കെ, അടുത്ത വീണ്ടും കറക്കി ഇട്ടു. ഇപ്പൊ ഗ്രീൻ വന്നു. ഗ്രീൻ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ അനന്തനായിട്ട് വിചാരിച്ചു. പക്ഷെ അനന്തം നടന്നു വന്നതിന് ശേഷം ഗായത്രി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കും. അപ്പൊ അത് പൊട്ടും. അങ്ങനെ ഇത് നടന്ന് ആരാണോ അങ്ങോട്ട് എത്തുന്നത് അവര് ജയിക്കും. പിന്നെ ഇതിലൊരു ടിസ്റ്റ് ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. ഇത് വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ബലൂൺ പൊട്ടിക്കും. അപ്പൊ ഗായ്സ് ആനന്ദ ആദ്യം നീ പോയിട്ടോ. അപ്പൊ ഇടാൻ പോയണേ. ഓറഞ്ച് പറ. എടാ ഭീകര സിമ്പിൾ ആയിട്ട് ഓപ്പൺ ഇടും. അടുത്ത ആള് ഇവനെ എല്ലാം വരുന്ന എല്ലാം അത് വീഴൂല. അത് വീഴൂല. ഇത് നീലയാണ്. ഇരുമ്പിന്റെ ബലൂനാ. ഓക്കെ, അടുത്ത ഞാൻ പോകുകയാണ്. നല്ല രീതിക്ക് കറക്കിയാണ് ഞാൻ. എന്താ അത് നീല വീഴുമെന്നാണ് എന്റെ മൈൻഡ് പറയുന്നത്. കറുപ്പ് എന്തായാലും വീഴത്തില്ല. ഓ നീല. ഞാൻ മിക്ക ഓറഞ്ച് വീഴണ ദൈവമേ. പച്ച അണ്ണ ഞാൻ ഒരെണ്ണം തന്നില്ല. ഓറഞ്ച് ദൈവം പറഞ്ഞാ പിന്നെ ഒരേ ഇറക്കണ്ട.
അപ്പൊ ഞാൻ പോയിട്ട് ഓക്കെ റെഡ് അല്ലേ ഓക്കെ കൈയടിക്കൂ കൈയടിക്കൂ ഇവനെ റെഡി ഇടണേ 6 7 8 9 10 12 ക്ലാസ് വരെ ഒന്നിച്ച് അവരെ വണ്ടി കയറി പോയി പ്ലാൻ ചെയ്ത പ്ലാനിങ് അറിയില്ല ഓം ഓം ഗ്രീൻ പറയണ നീ ജയിക്കൂല ഓ നീല ഞാൻ കയറി കഴിയില്ല കുഴപ്പമില്ല. ഓ ജോബ് ഓ ഇത് കളി ഓ അതാ ഇറക്കാനെല്ലാം അറിയാം ചത്താല് ഓറഞ്ച് എഴുത് സ്റ്റോപ്പ് ഇടാവും ഓറഞ്ച് 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 ആ റെഡ് ഓം ഓറഞ്ച് അടുത്തത് ഓറഞ്ച് അവിടെ എന്തോ സംഭവം ഉണ്ട് എന്തോ ഉണ്ട്. ഓ മച്ച ഓക്കെ ഓ ഓ എവിടെയാണ് അങ്ങനെ ചെയ്ത് നോക്ക് ഓ ഇത് കള്ളക്കളി അത് റെഡ് അല്ല അത് വേറെ കളറാ കളർ ഇത് റെഡ് ഇപ്പൊ എന്റെ അടുത്തായില്ലേ? ഒരുമിച്ച് കൊണ്ട് ഓറഞ്ച് ഓറഞ്ച് റെഡ് റെഡ് കണ്ടോ റെഡ് ഓ ബ്ലൂ ഓറഞ്ച് പച്ച, 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 പച്ച. ഇങ്ങ് വാ. വീണ്ടും മാസുടാ റെഡ് ഉറപ്പാണ് ഓ ഇത് ഇപ്പോഴാണ് കളി പിടിച്ചേട്ടാ തോക്കാറായപ്പോ ഇത് അനന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് റെഡ് ഇടുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കൂടുതൽ സന്തോഷമൊന്നും വേണ്ട എല്ലാ കളറും എന്നാൽ ലാസ്റ്റ് ബലൂൺ പൊട്ടിക്കാൻ പറ്റൂല നിങ്ങളെ കള്ളറ വീണാലേ നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഉണ്ട് ഈ കപ്പിത്താൻ ഗെയിം പറഞ്ഞ ആ പൊട്ടിയില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല 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 ഈ ചോപ്പ് ഇടൂടാ അത് എന്തൊരു ചെയ്താലും ഈ
ആരതാ പൊട്ടിക്കുമ്പോ നമ്മൾ പൊട്ടിക്കും. ഇതൊക്കെ വീഴോടെ അതിന് പ്രാർത്ഥിക്കണ്ട ദൈവമായിട്ട് ക്യാപിറ്റൻ ഗെയിം അടിപൊളിയായിരുന്നല്ലേ? ഗെയിം അടിപൊളിയായിരുന്നു. സത്യസന്ധമായിട്ട് കളിച്ച് നമുക്ക് ജയിക്കാവുന്ന സത്യസന്ധമായിട്ടേ കളിക്കാം. അതെ 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 അവിടെ കിടക്കുന്ന ആ ബലൂൺ കണ്ട നിങ്ങൾ ചവിട്ടി കളഞ്ഞതാണ്. അതെവിടെ നിന്നുണ്ടായി? അതെങ്ങനെ ഉണ്ടായി? അതെവിടെ നിന്ന്? ഞാൻ കറപ്പായിരുന്നു അത് തീരെ നമുക്ക് ഞാൻ കളർ കളിപ്പിച്ചേ. ബ്ലൈൻഡ്നെസ് എന്തായാലും ഞാൻ കപ്പിത്താനായി. അപ്പൊ എന്തായാലും അടുത്ത ഗെയിം ഞാൻ സെലക്ട് ചെയ്യും. അടുത്ത ചലഞ്ച് സെലക്ട് ചെയ്യാൻ കളിക്കാൻ റെഡി അല്ലേ? എന്നെ രക്ഷിക്കണം. നിന്നെ രക്ഷിച്ചുതരാം. റെഡി. അപ്പം ഞാൻ കപ്പിത്താനായോണ്ട് ഞാൻ സെലക്ട് ചെയ്ത ചലഞ്ചാണ് ഇത്. ഇത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ഗെയിം. നിങ്ങൾ ഇതിന്റെ അകത്തോട്ട് ചുമ്മാ ഒരാളെടുത്ത് ചാടുക. ഈ 4 ബോക്സിൽ ഇഷ്ടമുള്ളവർ ഒരാളെ ഞാൻ വിളിക്കും. ഇഷ്ടമുള്ളവർ വന്ന് 4 ബോക്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, ചാടുക. അതിന്റെ അകത്ത് എന്തായാലും അങ്ങോട്ട് സ്വീകരിക്കുക. എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങോട്ട് സ്വീകരിക്കുക. അങ്ങനെ അവസാനത്തെ ആ പച്ച ബോക്സ് എത്തുന്നവര് ജയിക്കും. ഇത്ര പരിപാടിയുള്ള ആദ്യം ചെരുപ്പൂരിട്. ഗോ 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 ഗോ. അപ്പൊ നമ്മ ഗെയിമിൽ കാണാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ വിളിക്കാം. നീ വാടാ, എനിക്കറിയാൻ വാ. നീ നമുക്ക് നോക്കാം. നീ വാ. അറിയാ മോനെ, 4 പെട്ടിയുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള ഒരു പെട്ടി തിരഞ്ഞെടുക്കാം. ഏത് പെട്ടി വേണം? ഇത് അത് റെഡിയാണോ? ചിലപ്പോ എന്റെ അത് കുപ്പിച്ചില്ല കാണും. പൊത്ത് കേറി തക്കാളി നല്ലതാടാ. ഓക്കെ അല്ലേടാ? അടുത്ത ആളെ വിളിക്കട്ടോ. മണി വാടാ. അത് വേണോ ഇത് വേണോ മറ്റു വേണോ? ഇവരാണ് എന്റെ കൂടെ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. ഓക്കോ എന്റെ അകത്ത് പാലായിരിക്കും. റെഡിയാണോ മോനെ? മോനെ ജമ്പിങ് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് എളുപ്പം, അറിയാത്തവർക്ക് വളരെ പാടുവാണ്. റെഡിയാണ്? താളം കഴിഞ്ഞതൊക്കെ താളം കഴിച്ചാണ്. പ്ലാൻ പൊളിച്ച് പറ്റിച്ചതാണല്ലേ. അപ്പൊ അടുത്ത ആളെ വിളിക്കട്ടാ. ചാടിക്കോ ചാടിക്കോ, സസ്പെൻഷൻ ഒന്നുമില്ല. ചാടിക്കോ. അപ്പൊ ചാടിക്കോ. നിനക്ക് ഇതിലല്ലേ ചാടാൻ പറ്റൂ. ചാടി. അപ്പൊ ഈ ഗെയിമിൽ പുറത്തായത് പിന്നെ ഒരു ഗെയിമിൽ ജയിക്കണം. അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ് ഗായത്രി. ഇതിലേത് വേണം? ഈച്ച അതിനകത്ത് അടി. അപ്പൊ അതിനകത്ത് സാധനം ഉണ്ട്. ഇടി ബുദ്ധിമതി. ചിലപ്പോ കുപ്പിച്ചില് കാണും, ചിലപ്പോ പാല് കാണും, ചിലപ്പോ പാമ്പ് കാണും. അപ്പൊ റെഡിയാണോ? അതിനകത്ത് തൈര. എന്റെ തൈരാണോ? ചാട് കാണുന്നുണ്ട്. ഓക്കെ, അടുത്തതായി അനന്തമ്മ. ഏത് വേണം? അല്ല ചുമ്മാ എങ്ങനെയാണ് മനസ്സിലാക്കി ഇതിന്റെ അകത്ത് സേഫ് ആണെന്ന്? റെഡിയാണോ? ചാടാ റെഡിയാണോ? ഇത് ഔട്ടാവേ. അത് വേണോ ഇത് വേണോ? ഫൈനലാണ്. അത് വേണോ ഇത് വേണോ? ഏത് വേണം? ഇത് മതി. പിന്നോട്ട് വയ്ക്കുന്നില്ല കാല് പിന്നോട്ട് വയ്ക്കുന്നില്ല. എന്നാ ഒരു കാലത്ത് മുന്നോട്ട് പോയി രണ്ടോട് ചാടിക്കോ. ആസ് റൂൾ ഓഫ് ദി ഇന്ത്യ, ചാടുക പുറത്താകുക. അപ്പൊ റൂള് പ്രകാരം മോനെ അദ്ദേഹത്തെ മനസ്സിലായല്ലേ? എന്താ മുട്ട കൂടോത്ര. ഓക്കെ, നീ ആർക്ക് വേണ്ടിയാണ് കൂടോത്രം ചെയ്തത്? ഓക്കെ ഗായ്സ്, ഇനി ഓരോരുത്തരൊന്നും ഇല്ല. നിങ്ങൾ 2 പേർക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം. ആരെങ്കിലും ഒരാൾ ഇല്ലല്ലേ? ഓർഡർ ഞങ്ങൾക്ക് അറിയാം. Ready? 1, 2, 3 start. Stone, paper, scissors.
ഇത് അവള് ഇറങ്ങ്. അതിനകത്തെന്തോ ഉണ്ട്. ഇറങ്ങ്. അല്ലാതെ വാഴ പടിയാണ്. ആ, ചാടിക്കോ. ആര്? ഇതിന് അനന്തായി. നീ ചാടറ. ചാടറാ. ആ, അനന്തൻ വളരെ വ്യത്യസ്തമായ രീതിയിലൂടെ ഒട്ടും ദൈവങ്ങളെയും ചാത്തന്മാരെയും വിളിക്കാതെ ജയിച്ചിരിക്കുകയാണ്. രാവിലെ എന്നാ മഴകാരാണെങ്കിൽ രാവിലെ ഒരു മഴ വന്നായിരുന്നേ അതുപോലെ അനന്തൻ പറഞ്ഞു പോ പിന്നെ പെയ്തിട്ടില്ല. വിശ്വാസം ഓ അതെ ഞങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര വിശ്വാസമായി കൂടോത്രത്തിന്റെ ഒരു തകിട് വിളി എന്താ ചെയ്യാ എന്തൊക്കെ പറഞ്ഞാലും അവൻ ജയിച്ചു ജയിച്ചു. ജയിച്ചു അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.